ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തി മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് വേറൊരാളോടുമായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കിത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? എന്നാൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറിയിലേക്ക് കടക്കാം. ഇദ്ദേഹമാണ് വർഗീസ്. അദ്ദേഹം ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി TV കാണുകയായിരുന്നു. ഒരു ചായയെല്ലാം കുടിച്ച് എൻജോയ് ചെയ്തിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു വ്യക്തി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നത്. വന്ന വ്യക്തി കോളിംഗ് ബെൽ അടിച്ചു. പക്ഷേ അതൊരു അസാധാരണമാണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അത്. വർഗീസ് ചിന്തിച്ചു, ഈ ഒരു അസമയത്ത് ആരാണാവും? രാത്രി 9:30 കഴിഞ്ഞിരുന്നു. അതും ഒരു ജനുവരി മാസമായിരുന്നു. അത് നല്ല തണുപ്പുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബാൽക്കണിയിലൂടെ താഴോട്ട് നോക്കി. ഒരു രൂപം ഒരു നിഴലായി നിൽക്കുന്നത് കണ്ടു. ആരാണെന്നറിയാനായി അദ്ദേഹം താഴെ വന്ന് ഡോർ തുറന്നു. അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് വളരെ സന്തോഷമായത്. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അത്. അബുദാബിയിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ജോമോൻ എന്നായിരുന്നു. ആ വന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. ലുലുമാളത്തെ ആയിരുന്നു അത്. അതിൽ നിറയെ ചോക്ലേറ്റ് ആയിരുന്നു. അത് വർഗീസിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അകത്തേക്ക് വെച്ചോളൂ, കുട്ടികൾക്ക് കൊടുക്കാമെന്ന്. നീ എന്താണ് പുറത്ത് നിൽക്കുന്നത്? ഇവയെ അകത്തേക്ക് വാ, നീ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ വന്ന് സോഫയിൽ ഇരിക്കൂ, അമ്മയെ വിളിക്കാം, നിനക്ക് അമ്മയെ കാണണ്ടേ എന്നെല്ലാം പറയുന്നുണ്ട് വർഗീസ്. പക്ഷേ വന്ന വ്യക്തി പറഞ്ഞു, ഇല്ല, ഞാനിപ്പോൾ അകത്തേക്ക് വരുന്നില്ല, എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, അതിനുശേഷം എനിക്ക് പോകണം, പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞു പുറത്തേക്ക് വിളിച്ചു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി നടന്നു. എടാ, കഴിഞ്ഞ പ്രാവശ്യം നിന്നെ ഞാൻ കണ്ടപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് സാധിച്ചില്ല. എടാ, എൻ്റെ വീട്ടിലെ ആധാരം പണയത്തില. ഞാനത് കഴിഞ്ഞ വർഷം പണയപ്പെടുത്തി. വീട്ടിൽ ആർക്കും തന്നെ അറിയില്ല. ഞാനതെടുത്ത് 3 ലക്ഷം വാങ്ങുകയും ചെയ്തു. എങ്ങനെയെങ്കിലും നീ എന്നെ സഹായിക്കണം. ആ ഒരു പണയം വെച്ച ആധാരം എനിക്ക് എടുക്കണം. നിന്റെ ഹെൽപ്പ് എനിക്ക് അത്യാവശ്യം. നീ എങ്ങനെയെങ്കിലും അതൊന്ന് എടുത്തു തരാം. അപ്പോൾ വർഗീസ് പറഞ്ഞു, അതെന്തെങ്കിലും നമുക്ക് ചെയ്യാം. നീ നാട്ടിലുണ്ടാവുമല്ലോ, നമുക്ക് അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം കൈ കൊടുത്തു. അപ്പോഴേക്കും വീടിന്റെ അകത്തു നിന്നും വർഗീസിന്റെ അമ്മ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ ഈ അർദ്ധരാത്രി നീ പുറത്തെന്ന് ചോദിച്ച്. അപ്പോൾ വർഗീസ് തിരിഞ്ഞു പറഞ്ഞു, ഇതാ അവിടെ ജോമോൻ വന്നിട്ടുണ്ട്. ജോമോനെ, നമുക്ക് അകത്തേക്ക് പോവാം, അമ്മയെ നിനക്ക് കാണണ്ടേ. അപ്പോൾ ജോമോൻ പറഞ്ഞു, അത് പിന്നീട് ഒരിക്കലാവും, എനിക്കിപ്പോൾ ധൃതിയുണ്ട്, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അല്ല, അത് പറ്റില്ല, അല്ല, നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ വർഗീസ് പറഞ്ഞു, നീ പോവല്ലേ, ഞാനൊന്ന് അകത്ത് പോയിട്ട് അമ്മയോട് കാര്യം പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. അമ്മേ, ജോമോൻ വന്നിട്ടുണ്ട്, ഇത് അവൻ കൊണ്ടുവന്ന സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞ് ആ ഒരു ചോക്ലേറ്റ് കവർ അവിടെ വെച്ചതിന് ശേഷം അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, പുറത്ത് ജോമോൻ ഉണ്ട്. അപ്പോൾ അമ്മയും മോനും കൂടി പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് അങ്ങനെ ഒരു വ്യക്തിയെ അവിടെ കാണാനില്ലായിരുന്നു. ആ ഒരു സമയത്താണ് ഫോൺ റിങ് ചെയ്തത്. വർഗീസ് പോയി ഫോൺ അറ്റൻഡ് ചെയ്തപ്പോഴാണ് അബുദാബിയിൽ നിന്നായിരുന്നു ആ ഒരു കോള്. ഒരു 15 മിനിറ്റ് മുന്നേ ജോമോൻ മരിച്ചുവെന്നും അതൊരു അറ്റാക്ക് ആയിരുന്നു എന്നായിരുന്നു ആ ഒരു അറിയിപ്പ്. അതായത് 9:30 സമയം, അതായത് ആ ഒരു കറക്റ്റ് അവിടെ മരിച്ച ആ ഒരു ടൈമിലാണ് വർഗീസിനെ കാണാൻ വേണ്ടി ഈ ജോമോൻ നാട്ടിലെത്തുന്നത്. വരിക മാത്രമല്ല, അദ്ദേഹത്തിന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അവിടെ അറിയിച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തിന്റെ പെങ്ങളുടെ കല്യാണം കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഈ ഒരു ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചില സമയത്ത് നമ്മൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. വർഗീസിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ഈ ഒരു നടന്ന കാര്യങ്ങൾ. ജോമോന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ചു വർഗീസ്. അതെല്ലാം സത്യമായിരുന്നു. കാരണം അന്ന് രാത്രി ജോമോൻ വന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വീട്ടിലെ ആരും തന്നെ ആ ഒരു ആധാരം പണയം വെച്ച വിവരം അറിയില്ലായിരുന്നു. ഭാര്യയ്ക്കോ മക്കൾക്കോ പെങ്ങൾക്കോ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.